ഗുഡ് മോർണിംഗ്. ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന സബ്ജക്റ്റിലെ ടൈപ്സ് ഓഫ് ഇൻഡക്റ്റേഴ്സ് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു, ഇൻഡക്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ ടൈപ്സ് ഇൻഡക്റ്റേഴ്സ് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ കോറിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തിയെന്നുള്ളതാണ്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് കോറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പം അതിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, ഫ്രീക്വൻസിനെ ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കോർ. നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കോറ് വരാം. കോർ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡക്റ്റേഴ്സ് ഉണ്ട്, ഓൺലി എയർ കോറായിട്ട് വരുന്ന ഇൻഡക്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻഡക്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിക്സഡ് ഇൻഡക്റ്റർ ആൻഡ് സെക്കൻഡ് വൺ വേരിയബിൾ ഇൻഡക്റ്റർ. ഫിക്സഡ് ഇൻഡക്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ദെൻ സെക്കൻഡ് വണ്ണാണ് വേരിയബിൾ ഇൻഡക്റ്റർ. വേരിയബിൾ ഇൻഡക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കതിനെ വേരി ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് വേരി ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇൻഡക്റ്റൻസ് വേരി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് റേഞ്ച് കൂടുതലാണ്. കാരണം നമുക്ക് ആ ഒരു ഇൻഡക്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഡക്റ്റൻസ് നമ്മൾ വേരി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയിലും മാറ്റം വരും. ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് വേരിയബിൾ ഇൻഡക്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഫിക്സഡ് ഇൻഡക്റ്റർ. ഫിക്സഡ് ഇൻഡക്റ്ററിന് തന്നെ നമുക്ക് മൂന്നെണ്ണാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എയർ കോർ ഇൻഡക്റ്റർ, അയൺ കോർ ഇൻഡക്റ്റർ, ഫെറൈറ്റ് കോർ ഇൻഡക്റ്റർ. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ആ എയർ കോർ ഇൻഡക്റ്ററിൻ്റെ അകത്ത് കോർ പാർട്ട് എന്ന് പറയുന്നത് എയർ ആണ്. സെക്കൻഡ് വണ്ണിൽ അയൺ കോർ ഇൻഡക്റ്ററിൽ കോർ പാർട്ട് എന്ന് പറയുന്നത് അയൺ ആണ്. തേർഡ് വൺ ഫെറൈറ്റ് കോർ ഇൻഡക്റ്ററിൻ്റെ അകത്ത് കോർ എന്ന് പറയുന്നത് ഫെറൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതിൻ്റെ സിമ്പിളാണ് താഴെ കാണിച്ചിട്ടുള്ളത്. എയർ കോർ ആവുന്ന സമയത്ത് എങ്ങനെ അതിൻ്റെ സിമ്പിൾ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അയൺ കോർ ആവുന്ന സമയത്ത് അതിൻ്റെ സിമ്പിൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഫെറൈറ്റ് കോർ ആവുന്ന സമയത്ത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളത്. കോർ പോർഷൻ എയർ കോറിൻ്റെ അകത്ത് വരുന്നില്ല, സോ ആ ലൈൻസ് അവിടെ കാണിക്കുന്നില്ല. അയൺ കോറിന് നമ്മൾ 2 ലൈൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫെറൈറ്റ് കോർ ആവുന്ന കേസിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസാണ് കോർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഇൻഡക്റ്റേഴ്സിൻ്റെ സിമ്പിൾസാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എയർ കോർ ഇൻഡക്റ്റർ. എയർ കോർ ഇൻഡക്റ്റർ എന്താണെന്ന് നമുക്കറിയാം. കോയിൽ വൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ നമ്മളതിന് കോയിൽ വൗണ്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, എയർ കോർ ഇൻഡക്റ്റർ കിട്ടും. ഈ എയർ കോർ ഇൻഡക്റ്റർ തന്നെ ചില കേസിൽ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ വൗണ്ട് ചെയ്താലും അല്ലെങ്കിൽ സെറാമിക്കിൻ്റെയോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വൈൻഡ് ചെയ്താലും അത് എയർ കോർ ഇൻഡക്റ്ററിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഓൺലി എയർ മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. പ്ലാസ്റ്റിക്കോ സെറാമിക്കോ കാർഡ്ബോർഡോ ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല, ഓൺലി എയർ മാത്രമാണ്. പ്ലാസ്റ്റിക്കോ സെറാമിക്കോ കാർഡ്ബോർഡോ ഉണ്ടെങ്കിൽ പോലും അത് ഏതിൻ്റെ അകത്ത് വരും, എയർ കോർ ഇൻഡക്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരും. അപ്പം എയർ കോർ ഇൻഡക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സിംപ്ലി കോയിൽ വൈൻഡിങ് ജസ്റ്റ് വൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്, സെറാമിക്, കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോറായിട്ട് എടുത്തിട്ട് എയർ കോർ ഇൻഡക്റ്റർ ഉണ്ടാക്കിയെടുക്കാം. ഈ എയർ കോർ ഇൻഡക്റ്ററിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ലോ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആണ് എയർ കോർ ഇൻഡക്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് കോർ ലോസ് എന്ന് പറയുന്നത് വളരെ അപ്രോക്സിമേറ്റ് ടു 0 എന്ന് തന്നെ നമുക്ക് പറയാം. നോ കോർ ലോസ് ആസ് ദർ ഈസ് നോ സോളിഡ് കോർ മെറ്റീരിയൽ. സോളിഡ് കോർ മെറ്റീരിയൽ ഒന്നുമില്ല, ഓൺലി എയർ ആണ്. സോ അവിടെ എന്താണ് കോർ ലോസ്, നോ കോർ ലോസ് നമുക്ക് പറയാം. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിനകത്താണ് എയർ കോർ ഇൻഡക്റ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് അയൺ കോർ ഇൻഡക്റ്റർ. അയൺ കോർ ഇൻഡക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, കോർ ഉണ്ടാക്കിയിരിക്കുന്നത് അയൺ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് നോക്കാം. ദിസ് ഇൻഡക്റ്റർ ഈസ് മെയ്ഡ് ഓഫ് കോയിൽസ് ഓഫ് വയർ വോണ്ട് ഓൺ സോളിഡ് കോർ മെയ്ഡ് അപ്പ് ഓഫ് അയൺ. അയണിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കോയിൽ വൗണ്ട് ചെയ്ത് വെക്കുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ അയൺ കോർ ഇൻഡക്റ്റേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ചോക്ക്. അയൺ കോർ ഇൻഡക്റ്റേഴ്സിനെ ചോക്ക് എന്നും കൂടെ വിളിക്കാം. Usage of such core material help in the increase of inductance due to their high magnetic permeability. കോർ അയൺ ആവുന്ന സമയത്ത് അതിൻ്റെ പെർമിബിലിറ്റി എന്താണ്,
ഹൈ വാല്യൂ ആണ്. നമ്മൾ നേരത്തെ എയർ കോർ ആവുന്ന കേസിൽ അതിൻ്റെ പെർമിബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. അയൺ ആവുന്ന കേസിൽ ഹൈ പെർമിബിലിറ്റി ആണ് വരുന്നത്. ഹൈ പെർമിബിലിറ്റി ആകുമ്പോൾ എന്തായിരിക്കും, ഇൻഡക്റ്റൻസ് കൂടും. നമ്മൾ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. L=μ0 μr n² A/L എന്ന് പറഞ്ഞിട്ട്. അതിൽ μr എന്ന് പറയുന്നതാണ് റിലേറ്റീവ് പെർമിബിലിറ്റി. μr എന്ത് ചെയ്തു, അയൺ കോർ ആവുന്ന കേസിൽ പെർമിബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്തു, റിലേറ്റീവ് പെർമിബിലിറ്റി ഇൻക്രീസ് ചെയ്തു. റിലേറ്റീവ് പെർമിബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇൻഡക്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻഡക്റ്റൻസ് ഏത് കേസിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അയൺ കോർ ഇൻഡക്ടർ ആവുന്ന കേസിൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം അതിന് ഹൈ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയാണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ അയൺ കോർ നമ്മൾ ലാമിനേഷൻ നടത്തുന്നുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡി കറൻറ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയൺ കോർ ലാമിനേഷൻസ് ചെയ്യുന്നത്. ഇത്രയാണ് അയൺ കോർ ഇൻഡക്ടറിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഈ അയൺ കോർ ഇൻഡക്ടറിനെ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് നടത്താം. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണത്. ഫിൽട്ടർ ചോക്ക്, ദെൻ ഓഡിയോ ഫ്രീക്വൻസി ചോക്ക്, റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. നമ്മൾ പറഞ്ഞിരുന്നു അയൺ കോർ ഇൻഡക്ടർ നമുക്ക് ചോക്ക് എന്നും കൂടി വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഫിൽറ്റർ ചോക്ക്, ദെൻ ഓഡിയോ ഫ്രീക്വൻസി ചോക്ക്, റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. നോക്കിയേ, ഫിൽറ്റർ ചോക്ക് എന്ന് പറയുന്നത്, ഫിൽറ്റർ ചോക്കിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഫിൽറ്റർ ചോക്ക് നമ്പർ ഓഫ് ടേൺസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടേൺസിൻ്റെ നമ്പർ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അയൺ കോർ മെയ്ഡപ്പ് ഓഫ് ലാമിനേറ്റഡ് ഷീറ്റ്സ് ആണ് ഫിൽറ്റർ ചോക്കിനകത്ത് വരുന്നത്. ലാമിനേറ്റഡ് ഷീറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അയൺ കോർ മെയ്ഡപ്പ് ഓഫ് ലാമിനേറ്റഡ് ഷീറ്റ് ലാമിനേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നമ്മൾ മെയിൻലി ഫിൽറ്റർ ചോക്ക് യൂസ് ചെയ്യുന്നത് സ്മൂത്തിങ് ദ പൾസിങ് കറൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ റെക്ടിഫൈങ് AC ഇൻറ്റു DC. അപ്പം റെക്ടിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സ് ഇവിടെ പറയുന്നുണ്ട്. റെക്ടിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് AC സിഗ്നലിനെ DC ആക്കി കൺവേർഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ സിഗ്നൽസിനെ സ്മൂത്തനിങ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫിൽറ്റർ ചോക്ക് യൂസ് ചെയ്യുന്നത്. ഇൻഡക്റ്റർ ആണ് ഇവിടെ ഫിൽറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫിൽറ്റർ ചോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം പവർ സപ്ലൈസ് യൂസസ് ഫിൽറ്റർ ചോക്ക് ഹാവിങ് ഇൻഡക്റ്റൻസ് റേഞ്ചിങ് ഫ്രം അബൌട്ട് 1 ഹെൻറി ടു 50 ഹെൻറി. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. അപ്പം 1 ഹെൻറി ടു 50 ഹെൻറി വരെ അതിൻ്റെ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും, വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ക്യാപ്പബിൾ ഓഫ് ക്യാരിയിങ് കറൻറ്റ് അപ് ടു 500 മില്ലി ആംപിയർ വരെ കറൻറ്റ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഫിൽറ്റർ ചോക്കിന് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഓഡിയോ ഫ്രീക്വൻസി ചോക്ക്. ഓഡിയോ ഫ്രീക്വൻസി ചോക്ക് യൂസ് ചെയ്യുന്നത് ഹൈ ഇംപിഡൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഓഡിയോ ഫ്രീക്വൻസി ചോക്ക് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഡിയോ ഫ്രീക്വൻസിയിലാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോളാണ്, ലോവർ ഇൻഡക്റ്റൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പയർ ടു ഫിൽറ്റർ ചോക്ക്. ഫിൽറ്റർ ചോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ഇൻഡക്റ്റൻസ് എന്താണ്, ലോവറാണ്. നെക്സ്റ്റ് വൺ റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. റേഡിയോ ഫ്രീക്വൻസി ചോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പം ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിനേക്കാളും അതിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്പർ ഓഫ് ടേൺസ് എന്താണ്, കൂടുതലാണ്. പിന്നെ പറയുന്നത് സ്മോൾ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആണ് റേഡിയോ ഫ്രീക്വൻസി ചോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് കുറവാണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇൻഡക്റ്റൻസ് കുറവാണെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, അതിനെ റേഡിയോ ഫ്രീക്വൻസി ചോക്ക് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് ഫെറൈറ്റ് കോർ ഇൻഡക്റ്റർ. നമ്മൾ ഫിക്സഡ് ഇൻഡക്റ്റേഴ്സിൻ്റെ അകത്ത് വരുന്ന തേർഡ് ക്ലാസിഫിക്കേഷനാണ് ഫെറൈറ്റ് കോർ ഇൻഡക്റ്റർ. ഫെറൈറ്റ് കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫെറൈറ്റ് കോറിൻ്റെ മുകളിലാണ് നമ്മൾ കോയിൽസ് വൗണ്ട് ചെയ്ത് വെക്കുന്നത്. ഫെറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, അങ്ങനത്തെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫെറൈറ്റ് എന്ന് പറയുന്ന കോർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫെറൈറ്റിൻ്റെ അകത്ത് വെരി ലോ എഡി കറൻറ്റ് ലോസ് ആണ് ഫെറൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഹയർ ഫ്രീക്വൻസിയിലാണ് ഫെറൈറ്റ് കോർ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ വേരിയബിൾ ഇൻഡക്റ്റർ. വേരിയബിൾ ഇൻഡക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇൻഡക്റ്റൻസ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇൻഡക്റ്റൻസ് വേരി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അപ്ലിക്കേഷൻസ് അഡ്വാൻസ് ലെവലിൽ നമുക്കതിനെ യൂസ് ചെയ്യാം. അപ്പോൾ വേരിയബിൾ ഇൻഡക്റ്റർ ഈസ് ഫോംഡ് ബൈ മൂവിങ് ദ മാഗ്നറ്റിക് കോർ ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഇൻഡക്റ്റർ വൈൻഡിങ്. അപ്പം നമ്മൾ ഒന്നും കൂടി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ഫിഗറിൻ്റെ അകത്ത് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ഇതിൻ്റെ ഇൻഡക്റ്റൻസ് നമുക്ക് വേരി ചെയ്യാമെങ്കിൽ. രണ്ട് മെത്തേഡാണ് പറയുന്നത്, ടാപ്പ് സ്വിച്ചിങ്, മൂവബിൾ കോർ ടൈപ്പ്. ടാപ്പ് സ്വിച്ചിങ് എന്ന് പറയും സ്വിച്ച് വെച്ച് നമ്മൾ അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ചെയ്യും. പൊസിഷനിൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് തന്നെ എന്ത് ചെയ്യും, അവിടുത്തെ ഇൻഡക്റ്റൻസ് മാറ്റം വരും. അപ്പോൾ ടാപ്പ് സ്വിച്ചിങ് എന്ന് പറയുന്നതാണ് ഒരു മെത്തേഡ്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മൂവബിൾ കോർ ടൈപ്പ്. ഇൻഡക്റ്ററിന് അകത്ത് നമ്മൾ കോറിന് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഇൻസൈഡിലേക്കും ഔട്ട്സൈഡിലേക്കും കോറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കിയേ, ടാപ്പ് സ്വിച്ചിങ് എന്ന് പറയുമ്പം ഇൻഡക്റ്റൻസ് ക്യാൻ ബി വേരിഡ് ബൈ സ്വിച്ചിങ് ഫ്രം വൺ ടാപ്പ് ഓൺ ദ കോയിൽ ടു അനദർ. അപ്പം ടാപ്പ് ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻഡക്റ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മൂവബിൾ കോർ ടൈപ്പിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. എങ്ങനെ, കോർ നമ്മൾ കോയിലിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അതിൻ്റെ ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കോയിലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും, ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. എങ്ങനെയാണ് അത് നടക്കുന്നത്, കോറ് അകത്തേക്ക് കയറുന്ന സമയത്ത് അതിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി അവിടെ കൂടി. റിലേറ്റീവ് പെർമിബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇൻഡക്റ്റൻസും കൂടും. അതേപോലെ തന്നെ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് കോറ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത്. ഇതാണ് നമ്മൾ എവിടെ പറഞ്ഞത്, വേരിയബിൾ ഇൻഡക്റ്ററിൻ്റെ അകത്ത് പറഞ്ഞത്. വേരിയബിൾ ഇൻഡക്റ്ററിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ഇൻഡക്റ്റൻസ് ഒരു വേരി ചെയ്യാനുള്ള ഓപ്ഷൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ലൈഡർ കോണ്ടാക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ഇൻഡക്റ്റൻസ് വരുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ആൻഡ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ്റെ അകത്താണ്. ഫിൽറ്റർ സർക്യൂട്ട്സിൻ്റെ അകത്ത് ഫിൽറ്ററിങ് പ്രോസസ്സിനൊക്കെയാണ് നമ്മൾ മെയിൻലി കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൻ്റെ അകത്തൊക്കെ വേരിയബിൾ ഇൻഡക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ട്യൂൺ ചെയ്തെടുക്കാനൊക്കെ നമ്മൾ ഈ ട്യൂൺഡ് സർക്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം അവിടെ വരുന്നത് വേരിയബിൾ ഇൻഡക്റ്റേഴ്സാണ്. ഇതേ ടാങ്ക് സർക്യൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ഫീൽഡിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളവിടെ ഇൻഡക്റ്റൻസ് വേരി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഏതിൻ്റെ അകത്ത് വരുന്നത്, ഇൻഡക്റ്റേഴ്സിൻ്റെ അകത്ത് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ഇനിയും ക്ലാസിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ടോറോയിഡ് എന്ന് പറയുന്നത് വരുന്നുണ്ട്, സോൾനോയിഡ് വരുന്നുണ്ട്. ഇത്രയാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. താങ്ക് യു.